ജനനം 1947, പ്രണയം തുടരുന്നു എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമാ ലോകത്ത് അടയാളം തീർത്ത ജയരാജ് കോഴിക്കോടാണ് ഇന്ന് IFFK വേദിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. സാർ, നല്ലൊരു ബ്രേക്കായിരുന്നു ആ സിനിമ. സാറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വേഷങ്ങൾ സാർ ചെയ്തതിന് ശേഷം ഏറ്റവും ശക്തമായ മുഴുനീള ക്യാരക്ടറായിരുന്നു അതിലെ ആ ഒരു കഥാപാത്രം. ഒരു ശരിക്കും നായക തുല്യം, നായക പ്രാധാന്യം, നായകൻ തന്നെയാണെന്ന് പറയാം, നായകൻ തന്നെയാണത്. അപ്പോൾ ആ സിനിമ എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്നൊന്ന് പറയാം. അത് എനിക്ക് കിട്ടുന്നത് നമ്മുടെ ഹെലൻ എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തിരുന്നു. ഹെലൻ എന്ന് പറഞ്ഞ പടത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വളരെ ചെറിയ സീനാണ് ഇത്. ആ പടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ചെറിയ സീനായിരുന്നു. പക്ഷേ ആ സീൻ വളരെ ശക്തമായ ഒരു സ്ഥലത്തും വളരെ ശക്തമായ ഒരു സംഭവം പറയുന്നത് കൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ ഞാൻ ഒരു ആക്ടറാണെന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ വിളിക്കുന്നതും ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അവർ ഇത് നിങ്ങൾ പോലെ വളരെ ചെറുപ്പക്കാരെ കുറച്ച് കുട്ടികൾ മാത്രമാണ്. അവരുടെ ഒരു ക്യാമറയുണ്ട്, പിന്നെ കുറേ മരുന്നുകളുണ്ട് അവരുടെ കയ്യിൽ, അത്ര മാത്രമല്ല. സാമ്പത്തികം വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ തുടങ്ങിയൊരു പടമാണത്. അത് എന്തോ ദൈവാധീനം കൊണ്ട് നന്നായി വരികയും പിന്നെ അത് ഞാൻ എൻ്റെ ആക്ടിങ്ങിൻ്റെ 90% പുറത്തു വരാനുള്ള പ്രധാന കാരണം എൻ്റെ കൂടെ അഭിനയിച്ച നായികാവേഷം ഇട്ടിരുന്നത് തമിഴിലെ വളരെ പ്രസിദ്ധമായ നമ്മളെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ ശോഭനയെ പോലെ തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു വലിയൊരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ പിന്നെ വിദേശത്തൊക്കെ പോയി ഡാൻസ് ചെയ്യുന്ന അവരുടെ ഒരു ടീച്ചറായിരുന്നു. അവർ ക്ലാസിക് 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ആക്ടിങ് കൂടിയാണ് നമ്മളെ ഈ ആക്ടിങ് പുറത്തേക്ക് വരാനുള്ള പ്രധാന കാരണം. ബാക്കി എല്ലാവരും അതിനകത്ത് വളരെ നന്നായിട്ട് അഭിനയിക്കും. നമ്മളെ കൂടെ ഉള്ളവർ അഭിനയിക്കുമ്പോഴാണ് നമ്മളെ ആക്ടിങ് പുറത്തേക്ക് കാണാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ എല്ലാവരും നന്നായി അഭിനയിക്കും. നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്ത പടമായിരുന്നു അത്. ഓക്കെ സാർ, അപ്പോൾ ഈ IFFK വേദിയിൽ ഇപ്പോൾ ഇന്ന് 3-ാം ദിവസമാണ്. സാർ ആദ്യത്തെ ദിനം മുതൽ ഇവിടെയുണ്ട്. സാറ് സിനിമകൾ കണ്ടോ? ഏതൊക്കെ സിനിമ കണ്ടു? അങ്ങനെ ഇപ്പോൾ കണ്ട സിനിമകളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഒന്ന് പറയാമോ? ഞാൻ സിനിമ വളരെ കുറച്ചേ കണ്ടുള്ളൂ. കാരണം ഞാൻ ഒരു 8 വർഷം മുമ്പ് വന്നതാണ്. പിന്നെ കുറേ ബ്രേക്കായി നിന്നു. 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഈ പടങ്ങളെ കുറിച്ച് പറയുമ്പം അന്നത്തേത് ഇന്നത്തേത് വളരെ വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അന്ന് ഞാൻ വരുന്ന സമയത്ത് കുറേ പ്രായമുള്ള ആളുകളും താടി മീശ മുടിയുള്ള അങ്ങനത്തെ ബുദ്ധിജീവികളുള്ള കുറേ ആളുകളായിരുന്നു. അവർ കുറ്റം പറയല്ല, അന്ന് അങ്ങനെയായിരുന്നു. പിന്നെ അന്ന് ഇത്രയും കുട്ടികളുള്ള പ്രവേശന കാര്യങ്ങൾ വരുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് തന്നെ അന്ന് എത്തിപ്പെടാനുള്ള കാരണം അടൂർ സാറാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ എല്ലാവർക്കും ഒരു പാസ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം 10 രൂപയ്ക്ക് എന്തോ ഒരു പാസ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എൻട്രി ചെയ്യുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ പല തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഈ വർഷമാണ് പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നത്. അപ്പം ഈ IFFK എന്ന് പറയുന്ന സമയത്ത് വളരെ വളരെ വ്യത്യാസങ്ങളാണ്. കാരണം ഇപ്പോൾ അങ്ങനെ വർണ്ണപ്പകിട്ടുകളായിട്ട് നിറച്ചും വളരെ വളരെ യൂത്തായ കുറേ കുട്ടികൾ. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് ഇപ്പം പാസിനായി അന്വേഷിച്ചപ്പോൾ പാസ്സില്ല, ഫുള്ളാണ്, അത്രയും ഫുള്ളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്ത് പോയി എന്നുള്ളതാണ് ഒരു കാര്യം. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് എൻ്റെ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ഉള്ളത് അതൊരു പടമാണ്. പിന്നെ നാളെ മറ്റന്നാൾ 3-ാം തീയതി പടം റിലീസാവുന്നുണ്ട്. എന്താണ് വല്ലഭൻ അങ്ങനെ എന്താണ് പേര് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞ പടം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടമാകാൻ സാധ്യത. മറ്റേ അതിൽ തന്നെ വളരെ ശ്രദ്ധിക്കും. കാരണം കണ്ടു കാണാത്ത ഒരാളുടെ അന്നത്തെ പ്രണയം തുടരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വേഷമാണ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഡയറക്ടർ നല്ല രീതിയിൽ ഡയറക്ടർ ചെയ്ത് അങ്ങേര് നമ്മുടെ സിബി മലയുടെ അസോസിയേറ്റ് ആയിരുന്നു, തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അവരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നന്നാവുന്നുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അത് ഈ ഫെബ്രുവരിയിൽ റിലീസാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെറിയൊരു വേഷത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിലല്ല പ്രാധാന്യം,
കിട്ടുന്ന വേഷത്തെ തന്മയത്വത്തോടുകൂടി അഭിനയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ആ തന്മയ ഭാവത്തോടു കൂടി ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.